ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസമാണ്. SITയുടെ അപ്പീലിനെ എതിർത്ത് ഗൺമാൻമാർ ഉൾപ്പെടെയുള്ള പ്രതികൾ മറുപടി നൽകും. SIT രാഷ്ട്രീയ പ്രേരിതമായി കേസെടുത്തുവെന്നാണ് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് SIT നിലപാട്. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക? ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം 5 പേർക്ക് മുൻകൂർ ജാമ്യം നേരത്തെ നൽകിയിരുന്നു. ഇതിൽ ഈ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് SIT ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഗൺമാൻമാർക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്നും ഇവർ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് SITയുടെ വാദം. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. വ്യവസ്ഥകൾ ലംഘിച്ചുവെങ്കിൽ മാത്രമേ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കാനാവൂ എന്നാണ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞത്. നേരത്തെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വ്യവസ്ഥകൾ ഈ 5 പേർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കാനാകൂ എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ SITയോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിനെ എതിർത്തുകൊണ്ട് ഗൺമാൻമാരും ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളതും ഹൈക്കോടതി കേൾക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന യാത്രയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ 5 പേർ ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്ന ആരോപണമുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ സർക്കാർ അന്വേഷിച്ച് തീർപ്പാക്കിയിരുന്നു. പക്ഷേ പിന്നീട് പുതിയ സർക്കാർ വന്ന ശേഷമാണ് വീണ്ടും ഇതിൽ ഒരു SIT വെച്ച് പുനരന്വേഷിക്കുകയും ഇതിൽ കൃത്യമായ 5 പേർക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തത്. കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവരെ 2 തവണ വിശദമായി തന്നെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. അത് പിന്നാലെ ഇവർക്ക് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യണം. പ്രത്യേകിച്ച് ഇത് കൃത്യമായി ഗൂഢാലോചന ചെയ്ത് നടപ്പാക്കിയ ഒരു കൃത്യമാണ്. അതിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൃത്യമായ പങ്കുണ്ട് എന്നാണ് SITയുടെ വാദം. അതുകൊണ്ട് തന്നെ ഇവരെ വിശദമായി കൂടുതൽ ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം കൂടി SIT മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗൺമാൻമാരുടെ അപ്പീൽ കൂടി പരിഗണിക്കും. അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കും. അതിനുശേഷമായിരിക്കും സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം തുടരുക. ഏതായാലും ഇന്ന് ഈ കേസിൽ ഒരു വിധി വരാനുള്ള സാഹചര്യം നിലവിലില്ല. ശരി, നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.